ഹൗസ് ഓഫ് ദ ഡ്രാഗണിൻ്റെ സീസൺ 3യുടെ ഫസ്റ്റ് എപ്പിസോഡ് ഇന്ന് റിലീസ് ചെയ്തിരുന്നു. അതിൻ്റെ ഒരു കംപ്ലീറ്റ് ആൻഡ് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആണ് ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സ്പോയിലർ കാര്യങ്ങളായിരിക്കും അതുകൊണ്ട് തന്നെ പറയുന്നുണ്ടാവുക. സോ എപ്പിസോഡ് കാണുന്നതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണുന്നതായിരിക്കും നല്ലത്. ഈ ബാറ്റിൽ ഓഫ് ഗള്ളറ്റ് എന്ന് പറയുന്ന ഈ ഒരു വെസ്റ്ററോസ് ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും വലിയൊരു നേവൽ ബാറ്റിൽ ഉണ്ടായിരുന്നു. അത് ഈ ഡാൻസ് ഓഫ് ഡ്രാഗൺസ് എന്ന് പറഞ്ഞ ഒരു ഇവൻറ്റ് നടക്കുന്ന ആ ഒരു സമയത്താണ് നടന്നിട്ടുള്ളത്. ആ ഒരു ബാറ്റിലിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ഈ ഒരു എപ്പിസോഡ് മുഴുവനായിട്ട് നമുക്ക് കാണിച്ചു തന്നത്. ആ ഒരു എപ്പിസോഡ് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ബാറ്റിൽ നടക്കുന്ന സമയത്ത് മറ്റ് ക്യാരക്ടേഴ്സൊക്കെ എവിടെയായിരുന്നു എന്ന് കൂടി ഒരു എപ്പിസോഡിൽ കാണിച്ചു പോകുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ പുതിയ ക്യാരക്ടേഴ്സിൻ്റെ ഇൻട്രൊഡക്ഷനും അവരുടെ ആ ഒരു സ്റ്റേജിങ് അവരെവിടെയാണെന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഒരു ലൊക്കേഷൻ സെറ്റാക്കാനും ഈ ഒരു എപ്പിസോഡ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ഈ ബാറ്റിൽ ഓഫ് ഗള്ളറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ അമേരിക്ക ഇറാൻ യുദ്ധം ഉണ്ടല്ലോ, ആ ഒരു പ്രശ്നം. അപ്പോൾ ആ സമയത്ത് മറ്റേ സ്ട്രൈറ്റ് ഓഫ് ഹോർമസ് ഇറാൻ ബ്ലോക്ക് ചെയ്തു. അത് ബ്ലോക്ക് ചെയ്ത് കാരണം ഇവർ എണ്ണ ഉൽപ്പാദനം, എണ്ണയുടെ ആ ഒരു ഇറക്കുമതി ഒന്നും എവിടെ നടക്കണില്ല. നമ്മളിപ്പോൾ വെള്ളം കൂടി മുട്ടി എന്ന് പറയുന്ന പോലെ എണ്ണ കൂടി മുട്ടി നിൽക്കുന്ന അവസ്ഥയാണ് നമ്മുടെ എല്ലാവരുടെയും. ഗ്യാസിൻ്റെ വില കൂടി, എല്ലാത്തിൻ്റെ വില കൂടി നിൽക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടതാണ്. സോ ഒരു ബ്ലോക്കേഡ് ഉണ്ടായി കഴിയുമ്പോൾ ഒരു വലിയൊരു സപ്ലൈ ചെയിൻ അങ്ങനെ നിൽക്കുന്ന സമയത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പോലെ തന്നെ ഈ ഒരു വെസ്റ്ററോസിൽ ഈ ഒരു കിങ്ഡം തമ്മിൽ ഡിവൈഡായി ഓൾറെഡി ഗ്രീൻസും ബ്ലാക്സും തമ്മിൽ അടി നടക്കുകയാണ്. സോ അങ്ങനെ സമയത്ത് ഇപ്പോൾ കിങ്സ് ലാൻഡിങ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രീൻസിനെ ഒരു വലിയ തിരിച്ചടി കൊടുക്കാൻ വേണ്ടിയിട്ട് കിങ്സ് ലാൻഡിങ്ങിലുള്ള ആൾക്കാരെ തന്നെ ഈ രാജാവിനെതിരെ തിരിയാൻ വേണ്ടിയിട്ട് റെനേറിയൻ ടീം നടത്തിയ അല്ലെങ്കിൽ ബ്ലാക്സ് നടത്തിയ ഒരു വലിയ സ്ട്രാറ്റജിക് പ്ലാനാണ് ഈ ഗള്ളറ്റ് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത്. ഈ ഹോർമസ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഗള്ളറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കിങ്സ് ലാൻഡിങ്ങും നാരോ സീയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പാസേജാണ്. ഡ്രാഗൺ സ്റ്റോണിൻ്റെ ഇടയിലാണതുള്ളത്. ഡ്രാഗൺ സ്റ്റോണിൻ്റെ തൊട്ടടുത്താണ് ഈ ഗള്ളറ്റ് എന്ന് പറഞ്ഞ പാസേജ് ഉള്ളത്. സോ നാരോ സീയിൽ നിന്ന് ഇപ്പോൾ യുദ്ധത്തിന് ആവശ്യമുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ വല്ല പലചരക്ക് സാധനങ്ങളോ ഭക്ഷണം വല്ലതും വേണമെങ്കിൽ ഇതിൽ കൂടെ വേണം വരാൻ. ഒരു സാധനം നമ്മുടെ കോർലിസ് വലേറിയൻ്റെ ഫ്ലീറ്റ്, നമ്മുടെ റെയ്നിസിൻ്റെ ഭർത്താവായ കോർലിസ്, ഈ ഒരു കോർലിസ് വലേറിയൻ്റെ വലിയൊരു നേവൽ ഫ്ലീറ്റ് ഇത് ബ്ലോക്ക് ചെയ്ത് ഇവിടെ നിർത്തുകയാണ്. ഒരു സാധനം ഇങ്ങോട്ട് കടത്തി വിടില്ല. സോ അങ്ങനെയുള്ള സമയത്ത് ഗ്രീൻസിന് ഈ ബ്ലോക്കേഡ് തകർക്കുക എന്നുള്ളത് ഭയങ്കരധികം അത്യാവശ്യമുള്ള പരിപാടിയായിരുന്നു. സോ ആ ഒരു ഗള്ളറ്റിലെ ബ്ലോക്കേഡ് തകർക്കലാണ് ഈ ഒരു ബാറ്റിൽ ഓഫ് ഗള്ളറ്റ് എന്ന് പറഞ്ഞ ആ ഒരു യുദ്ധം. ഈ യുദ്ധം നടക്കുന്ന അതേ സമയത്ത് യുദ്ധത്തിൽ ആർക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് അവസാനം പറയാം. ഈ യുദ്ധം നടക്കുന്ന സമയത്ത് തന്നെ മറ്റ് ക്യാരക്ടേഴ്സൊക്കെ എവിടെയാണ് എന്തൊക്കെയാണ് ചെയ്തതെന്ന് കൂടി ഒരു എപ്പിസോഡിൽ കാണിക്കുന്നുണ്ടായിരുന്നു. അല്ല ആദ്യം തന്നെ നമ്മുടെ എയ്മണ്ട് ടാർഗേറിയൻ, ഈ എയ്മണ്ട് തിരിച്ച് കിങ്സ് ലാൻഡിങ്ങിലേക്ക് വരുന്നതാണ് ഈ ഒരു എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിച്ചത്. എയ്മണ്ട് തിരിച്ച കിങ്സ് ലാൻഡിലേക്ക് വരുന്ന ആരും വിചാരിച്ചിട്ടില്ല. എയ്മണ്ട് ആക്ച്വലി ഹാരൻ ഹെല്ലിലേക്ക് പോകേണ്ടതാണ്. കഴിഞ്ഞ സീസണിൽ ഫുള്ള് നമ്മുടെ റെനീറയുടെ നിർദ്ദേശപ്രകാരം ഡെയ്മണ്ട് ടാർഗേറിയൻ ഹാരൻ ഹെല്ല് പോയി പിടിച്ചെടുക്കുന്നു, മറ്റേ റിവറൻസ് ഫുള്ള് കൺട്രോളിലെടുക്കുന്നു, അവിടെയുള്ള ആൾക്കാരുടെ ഫുള്ള് ലോയൽറ്റി എടുക്കുന്നൊക്കെ നമ്മൾ കണ്ടതാണ്. സോ ഹാരൻ ഹെല്ല് ഇപ്പോൾ ഡെയ്മണ്ട് കസ്റ്റഡിയിലാണ്. ഈ ഹാരൻ ഹെല്ല് പിടിച്ചെടുക്കണം, ഡെയ്മണ്ട് പോയി കൊല്ലണം. ഈ ഹാരൻ ഹെല്ല് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എയ്മണ്ടിനോട് അങ്ങോട്ട് പോകാനാണ് എല്ലാവരും പറഞ്ഞത്. ഡെയ്മണ്ടും അതാണ് പ്ലാൻ വെച്ചിട്ടുള്ളത്. ഈ എയ്മണ്ട് അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞ് കുറേ പേര് ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഇങ്ങനെയുള്ള സമയത്ത് എയ്മണ്ട് അവിടെ പോകാതെ കിങ്സ് ലാൻഡിങ്ങിൽ തന്നെ നിൽക്കുകയാണ്. എയ്മണ്ടിന് ചെറിയൊരു പേടിയുണ്ട് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ എയ്മണ്ടിൻ്റെ ഭാര്യ മറ്റേ ഹെലേന പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗോഡ്സൈൽ വെച്ച് ഒരു ചെറിയ പ്രോഫസി അവിടെ വെച്ച് നീ മരിക്കുന്നൊക്കെ ഒരു പരിപാടി. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു പേടിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് എയ്മണ്ട് അങ്ങോട്ട് പോകാത്തത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എയ്മണ്ട് അങ്ങോട്ട് പോകാത്തത് അല്ലെങ്കിൽ കിങ്സ് ലാൻഡിങ്ങിൽ തന്നെ നിൽക്കുന്നത് വലിയൊരു പ്രശ്നമാണ്. കാരണം കഴിഞ്ഞ സീസണിൻ്റെ അവസാനം എലിസൻറ്റും റെനീറയും കൂടി കണ്ടുമുട്ടും നമ്മൾ കണ്ടായിരുന്നു. അവർ തമ്മിലൊരു സന്ധി സംഭാഷണമൊക്കെ നടത്തി ഒരു ഡീൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് മെയിൻലി ഈ പറഞ്ഞ പരിപാടിയാണ്. അതായത് ഇവിടെ ഗള്ളറ്റിൽ ഒരു യുദ്ധം നടക്കുന്നുണ്ട്, ഹാരൻ ഹെല്ലിൽ വേറെ പ്രശ്നം നടക്കുന്നുണ്ട്. സോ എല്ലാവരും ഡിവൈഡഡ് ആണ്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കിങ്സ് ലാൻഡിങ്ങിൽ ഒരു ഡ്രാഗണും ഇല്ലാതെ, എയ്മണ്ടും ഇല്ലാതെ, ഏഗോണും ഇല്ലാതെ, ആരും ഇല്ലാത്ത സമയത്ത് റെനീറയ്ക്ക് വളരെ സിമ്പിളായിട്ട് എലിസൻറ്റ് മറ്റേ ഡോർ തുറന്നു കൊടുക്കും. ആ സെറ്റപ്പാണ്. എലിസൻറ്റ് ഇൻവൈറ്റ് ചെയ്ത് ഇവരൊക്കെ വേറെ സ്ഥലത്തേക്ക് വിട്ടിട്ട് റെനീർ വരുന്ന സമയത്ത് റെനീറയ്ക്ക് സിമ്പിളായിട്ട് ഒരാളെ പോലും കൊല്ലാതെ, ഒരു ബ്ലഡ് ഷെഡും ഇല്ലാതെ, നമ്മുടെ മറ്റേ ഡെനേരിസ് ടാർഗേറിയൻ ചെയ്ത പോലെ ചെയ്യാതെ, കിങ്സ് ലാൻഡിങ് ഫുള്ളായിട്ട് നശിപ്പിക്കാതെ വെറുതെ വളരെ സിമ്പിളായിട്ട് വന്നിട്ട് കിങ്സ് ലാൻഡിങ് കീഴടക്കാനും അടുത്ത രാജ്ഞി ആവാനും പറ്റും എന്നുള്ളതാണ് എലിസൻറ്റും റെനീറയും കൂടി ഡീലാക്കിയ ഡീൽ. ഈ ഡീലും കഴിഞ്ഞ് വരുന്ന സമയത്താണ് ഈ ചക്കൻ അവിടെ വന്ന് നിൽക്കുന്നത്, എയ്മണ്ട്. സോ ഇത് കണ്ട് എലിസൻറ്റ് ടെൻഷനാവും. സോ പിന്നീട് അങ്ങോട്ട് എലിസൻറ്റ് ഇവനെ കൺവിൻസ് ചെയ്യാനുള്ള കുറേ പരിപാടികളായിരുന്നു ഈ എപ്പിസോഡിൻ്റെ ബാക്കിയുള്ള സീക്വൻസുകളൊക്കെ നമ്മൾ കണ്ടത്. അതിൻ്റെ ഇടയിൽ എലിസൻറ്റിനെ പോയിട്ടൊരു കിസ് അടിക്കുന്നൊരു സീനൊക്കെ ഉണ്ടായിരുന്നു. അത് ആക്ച്വലി ബുക്കിലൊന്നും അങ്ങനെ ഇല്ല, ഭയങ്കര അക്വേർഡ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. പക്ഷേ ഈ ടാർഗേറിയൻസിൻ്റെ ഇടയിൽ മറ്റേ ഇൻസെസ്റ്റ് എന്നുള്ള കഷ്ടമുണ്ട്. അത് പക്ഷേ കൂടുതലായിട്ടും നമ്മൾ വേറെ സിറ്റുവേഷൻസിലൊക്കെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ആക്ച്വലി എനിക്ക് തോന്നുന്നു നമ്മുടെ എയ്മണ്ട് എത്രത്തോളം ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നത് കൂടി മനസ്സിലാക്കുക. പ്രത്യേകിച്ച് എലിസൻറ്റിൻ്റെ ഒക്കെ ആ ഒരു കണ്ണിൽ തന്നെ കിട്ടും നമുക്ക് ആ പരിപാടി. എന്താണ് ഈ ചക്കൻ, എവിടേക്കാണ് ഈ പോകുന്നത് എന്നുള്ളത്. സോ അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു ക്യാരക്ടർ. പ്രത്യേകിച്ച് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു വാഗാറിനെ കൈ കിട്ടിയതിന് ശേഷം അവിടെയുള്ള ഏറ്റവും വലിയ ലാർജസ്റ്റ് ഡ്രാഗണാണ്. അതിന് വെച്ച് അവൻ ചെയ്ത് കൂട്ടിയതൊക്കെ നമ്മൾ കണ്ടതാണ്. ഈവൻ മറ്റേ ലുസേരിയസിനെ കൊന്നു. ദെൻ ഈ സ്വന്തം അനിയനെ കൊല്ലാൻ നോക്കി എയ്ഗോണെ. ദെൻ നമ്മുടെ വലിയൊരു ബാറ്റിൽ റൈഡറായ
നമ്മുടെ റെയ്നി സ്റ്റാർക്ക് കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതാണ്, അതിനെ കൊന്നു. സോ ഒരു പവർഫുൾ ക്യാരക്ടറായിട്ട് നിൽക്കുക അല്ലെങ്കിൽ സ്വയം പവർ കയറ്റി നിൽക്കുന്നൊരു ക്യാരക്ടറാണ് എയ്മണ്ട്. സോ ആളുടെ കൺട്രോളിലാണ്, സ്വയം പ്രഖ്യാപിത രാജാവ് തന്നെയായി എയ്മണ്ട്. സോ എയ്മണ്ടിൻ്റെ കൺട്രോളിലാണ് എല്ലാം കൂടി കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷേ അങ്ങനെ ആ ഒരു സെറ്റപ്പിലേക്ക് അവർ മാറ്റിയത്. ദെൻ എയ്മണ്ട് ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞ സമയത്ത് അവിടെ രാജാവായി ഇരിക്കേണ്ടത് നമ്മുടെ എയ്ഗോൺ ടു ടാർഗറിയൻ, നമ്മുടെ ഈ എയ്മണ്ടിൻ്റെ അനിയൻ. കഴിഞ്ഞ സീസണിൽ നമ്മൾ ഒരു റൂക്സ് റെസ്റ്റിലെ ബാറ്റലിൻ്റെ ഇടയിൽ ഈ എയ്മണ്ട് വന്ന് ഈ സൺഫയറിനെ കൊന്ന് ഇവനെയും കടിച്ച് താഴേക്ക് വീഴുന്നൊക്കെ നമ്മൾ കണ്ടതാണ്. ഏഗോണിൻ്റെ ഡ്രാഗണായ മറ്റേ സൺഫയർ ഇപ്പോഴും മറ്റേ ആ ഒരു റൂക്സ് റെസ്റ്റിൻ്റെ അടിയിൽ അവിടെ എപ്പോഴും ഉണ്ട്, മരിച്ചിട്ടില്ല. ഈ ഏഗോൺ ഫുള്ളായിട്ട് ബേണായി നമ്മൾ കണ്ടതാണ്. അപ്പോൾ എയ്മണ്ടിനെ പേടിച്ചിട്ട് ഏഗോൺ നാട് വിട്ടു അവർ. പക്ഷേ ലേരസിൻ്റെ കൂടെ പോയ ഏഗോൺ നേരെ ചെന്ന് പെടുന്നത് നമ്മുടെ അർണേറയുടെ സോൾജേഴ്സിൻ്റെ കയ്യിലാണ്. പിന്നെ നമ്മുടെ ഡെയ്മൻ്റെ മകളായ മറ്റേ ബെയില, മറ്റേ റെയ്നയുടെ സിസ്റ്റർ, റെയ്ന മറ്റേ മൂൺ ഡാൻസറുള്ള ഒരു ക്യാരക്ടർ, ഡ്രാഗണുള്ള ക്യാരക്ടർ. ഈ ബെയിലയ്ക്ക് ഡ്രാഗണില്ല. ഇപ്പോൾ അതുകൊണ്ട് ഷീപ്പ് സ്റ്റീലർ എന്ന് പറഞ്ഞാൽ വേറൊരു ഡ്രാഗണെ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി കാണുന്നൊക്കെ നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ടതാണ്. ആക്ച്വലി ഈ ഒരു ക്യാരക്ടറല്ല ബുക്സിലൊക്കെ ഈ ഒരു ഷീപ്പ് സ്റ്റീലറിനെ പോയി കാണുന്നത്. നെറ്റൽസ് എന്ന് പറഞ്ഞ വേറൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. ആ ഒരു ക്യാരക്ടറിനെ കംപ്ലീറ്റ്ലി സ്വാപ്പ് ചെയ്ത് ആ ഒരു ക്യാരക്ടറായിട്ട് ഈ ഒരു ക്യാരക്ടറിനെ മാറ്റിയതാണ്. അത് വലിയ കുഴപ്പമൊന്നുമില്ല, കറക്റ്റായിട്ട് ഫിറ്റ് ആയിട്ടുണ്ട്. വെറുതെ എക്സ്ട്രാ ഒരു ക്യാരക്ടറിന് കൂടെ വരേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഒരു കാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരെ പിടിച്ചങ്ങോട്ട് ചെയ്താൽ മതി. നല്ല സൂട്ടബിൾ ആയിട്ടുള്ള നല്ലൊരു അഡാപ്റ്റേഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ആ ഒരു പരിപാടി. സോ ഈ ഒരു ക്യാരക്ടർ ഇടയ്ക്കിടയ്ക്ക് മറ്റേ ബുക്കിലാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഈ ഒരു ആടുകളൊക്കെ കൊടുത്തിട്ട് ഈ ഷീപ്പ് സ്റ്റീലറിനെ ഇങ്ങനെ മെരുക്കിയെടുത്ത്, അതൊരു വൈൽഡ് ഡ്രാഗണാണ്. അതിനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ഡ്രാഗണെ മുഴുവനായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. സോ മറ്റേ ഡ്രാഗൺസൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ ബാറ്റിൽ പങ്കെടുത്തതും കുറേ വർഷമായിട്ട് ഒരു ഈ പറയുന്ന നേവൽ ബാറ്റിലും സീ ബാറ്റിൽസിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ പങ്കെടുത്ത് ട്രെയിൻഡ് ആയിട്ടുള്ള ഡ്രാഗൺസാണ് മറ്റു ഡ്രാഗൺസൊക്കെ. പക്ഷേ ഈ സാധനം അങ്ങനെയല്ല, ഒരു വൈൽഡ് ഡ്രാഗണാണ്. അതിനെടുത്ത് നേരെ ബാറ്റിലിന് പോയി എന്താവും എന്നുള്ളതായിരുന്നു നമ്മൾ ഈ എപ്പിസോഡിൻ്റെ അവസാനം കണ്ടത്. അത് കഴിഞ്ഞ് നമ്മുടെ ക്രിസ്ത്യൻ കോൾ എവിടെയാണെന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ റിവർലാൻഡ്സിലാണ് ഈ ചങ്ങായി. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ സീസണിൽ റൂക്സ് റെസ്റ്റ് വെച്ചൊരു ക്യാരക്ടറിനെ കണ്ടിട്ടുണ്ടായിരുന്നു. റൂക്സ് റെസ്റ്റിൽ ആ ഒരു 3 ഡ്രാഗണും കൂടി അടികൂടുന്ന ആ ഒരു ബാറ്റിലിൻ്റെ കൂടെ തന്നെ റൂക്സ് റെസ്റ്റ് പിടിച്ചെടുക്കാൻ വേണ്ടി ക്രിസ്ത്യൻ കോളും കൂടെ പോകുന്നുണ്ടായിരുന്നു. സോ ക്രിസ്ത്യൻ കോൾ ഇപ്പോൾ ഹാൻഡ് ഓഫ് ദി കിങ് ആണ്, ലോർഡ് കമാൻഡറാണ്, എല്ലാം ആണ്. പക്ഷേ ഈ എയ്മണ്ടിൻ്റെ കാട്ടിക്കൂട്ടിൽ കണ്ട് സ്വന്തം അനിയനെ കൊല്ലാൻ പോകുന്ന സിറ്റുവേഷനൊക്കെ ഈ ക്രിസ്ത്യൻ കോൾ നേരിട്ട് കണ്ടിരുന്നു. സോ ഇതൊക്കെ നേരിട്ട് കണ്ട ക്രിസ്ത്യൻ കോൾ കംപ്ലീറ്റ്ലി ഡെവിസ്റ്റേറ്റഡ് ആണ്. കംപ്ലീറ്റ്ലി ഇനിയിപ്പോൾ ഞാൻ ഈ പരിപാടിക്കൊന്നുമില്ല, എന്തൊക്കെ തന്നെ ചെയ്തിട്ടും എത്രയൊക്കെ വലിയ ആർമർ ഇട്ടിട്ടും എത്ര വലിയ ഷോർട്ട് പ്ലേ ഒക്കെ നടത്തിയിട്ട് ഈ ഡ്രാഗണിൻ്റെ മുമ്പിൽ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആൾ ഫുള്ള് കംപ്ലീറ്റ്ലി ഡൗൺ ആണ്. ആളുടെ കൂടെ നമ്മുടെ ഗ്വെയിൻ ഉണ്ട്, ഗ്വെയിൻ ഹൗട്ടയർ. ഗ്വെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അലിസെൻറ്റിൻ്റെ ഡയറക്റ്റ് ബ്രദറാണ്. സോ ഈ 2 ക്യാരക്ടേഴ്സ് ഇപ്പോൾ റിവർലാൻഡ്സിലാണ്. ആൻഡ് ഈ 2 ക്യാരക്ടേഴ്സ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹാരൻ ഹെല്ലിലേക്കാണ്. ഹാരൻ ഹെല്ലിൻ്റെ ഒരു ഭാഗത്ത് ഒരു സൈഡിലാണ് ഇപ്പോൾ ഈ ഒരു ക്യാരക്ടേഴ്സ് എന്ന് പറയാം. കാരണം ഞാൻ ഈ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എയ്മണ്ട് ഇവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ തൊട്ടടുത്ത് എയ്മണ്ടിൻ്റെ അടുത്ത 3 പറഞ്ഞാൽ ഹാരൻ ഹെല്ല് പിടിച്ചെടുക്കലാണ്. ഡെയ്മണ്ട് പിടിച്ചു വെച്ചിട്ടുള്ള ഹാരൻ ഹെല്ല് പിടിച്ചെടുക്കലാണ് ഇവരുടെ മെയിൻ പരിപാടി. സോ പുറകെ സപ്പോർട്ടിനായിട്ട് ഒരു ബാക്കപ്പായിട്ട് നമ്മുടെ എയ്മണ്ട് വരും. ആ എയ്മണ്ടിനെ കാത്തിട്ട് നമ്മുടെ ക്രിസ്ത്യൻ കോളും ഗ്വെയിനും ഒക്കെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സിറ്റുവേഷനാണ് നമുക്കവിടെ കാണിച്ചത്. ഇതേ സമയത്താണെങ്കിൽ ഹാരൻ ഹെല്ലിൻ്റെ വേറൊരു വശത്ത് ഇപ്പോൾ ഡെയ്മണ്ടിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹാരൻ ഹെല്ല് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എയ്മണ്ട് വരും. വേഗാറിൻ്റെ പുറത്ത് എയ്മണ്ട് വരുമെന്ന് പറഞ്ഞിട്ട് എയ്മണ്ടിനെ കൊല്ലാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട് നമ്മുടെ ഡ്രാഗൺ സീഡ്സ്. ഹാരൻ ഹെല്ലിൻ്റെ വേറെ സൈഡ് നമ്മുടെ ഉൾഫ് വൈറ്റും, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതാണ് ഈ ഡ്രാഗൺ സീഡ്സ് ടൈം ചെയ്യുന്നത് നമ്മുടെ ഉൾഫ് വൈറ്റും ഹ്യൂ ഹാമറും നമ്മുടെ ആഡം ഹോളിലൊക്കെ തന്നെ. സോ ഈ 3 ക്യാരക്ടേഴ്സിന് 3 ഡ്രാഗണെ വെച്ചിട്ട് അവരോട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡയറക്റ്റ്ലി 3-on-1 സെറ്റപ്പിന് വേണ്ടിയിട്ട്. കാരണം ഡെയ്മണ്ട് കയ്യിലൊരു ഡ്രാഗൺ ഉണ്ട്, മറ്റേ കറാക്സസ് ഉണ്ട്, ഇവരുടെ കയ്യിൽ 3 ഡ്രാഗൺസ് ഉണ്ട്. ഈ ഒരു 4 ഡ്രാഗണും കൂടി വേഗാറിനെ അടിച്ച സുഖമായിട്ടെന്നല്ല ഒരു അറ്റ്ലീസ്റ്റ് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വേഗാറിനെ കൊല്ലാൻ പറ്റും. ഒരു 4 ഡ്രാഗണൊക്കെ കൂടി ഒരുമിച്ച് അറ്റാക്ക് ചെയ്ത്. പക്ഷേ ആക്ച്വലി ബുക്കിൽ ഇങ്ങനെയല്ല, ഈ ക്യാരക്ടേഴ്സ് ഇവിടെ നിൽക്കുകയല്ല, ഇവർ ഡയറക്റ്റ്ലി ബാറ്റിൽ ഓഫ് ഗോളറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഈ സീരീസിൽ നമ്മളല്ലെങ്കിൽ അഡാപ്റ്റേഷനിൽ നമ്മളങ്ങനെ കണ്ടില്ല. അവരും കൂടി വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് വിഷ്വലി കാണാൻ ഭയങ്കര രസമാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഡാൻസ് ഓഫ് ഡ്രാഗൺ നമുക്ക് അവിടെ കാണാൻ പറ്റും. കാരണം ഈ 4-5 ഡ്രാഗൺസ് എല്ലാം കൂടി ഒരുമിച്ച് വന്നിട്ടാണ് ഇവർ മുഴുവനായിട്ട് നേവൽ ആർമീനെ ഫുള്ളായിട്ട് അങ്ങനെ കത്തിച്ച് തീർക്കുക, ഈ ടൈറോഷി ആർമീനൊക്കെ ഫുള്ളായിട്ട്. പക്ഷേ അതെല്ലാം നമ്മൾ ഈ അഡാപ്റ്റേഷനിൽ കണ്ടത്. സോ ഇവരിവിടെയാണ്. ഇവരിപ്പോൾ ഇരിക്കുന്ന സ്ഥലം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഹാരൻ ഹെല്ലിൻ്റെ തൊട്ടടുത്ത് ഐൽ ഓഫ് ഫേസസ് എന്ന് പറഞ്ഞ ഒരു ഐലൻഡ് ഉണ്ട്, ഒരു കുഞ്ഞ് ഐലൻഡ്. ഈ ഹാരൻ ഹെല്ലിൻ്റെ തൊട്ട് താഴെ അല്ലെങ്കിൽ തൊട്ട് ബാക്കിലായിട്ട് ഒരു വലിയ ലേക്ക് ഉണ്ട്, ഗോഡ്സ് ഐ എന്ന് പറയും. ഈ ലേക്കിൻ്റെ നടുക്കുള്ള ഒരു ഐലൻഡാണ് ഈ ഐൽ ഓഫ് ഫേസസ്. ഈ ഐൽ ഓഫ് ഫേസസ് ഈ ഒരു വെസ്റ്ററോസിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ ഭയങ്കര അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊന്നാണ്. കാരണം പണ്ട് ഞാൻ ഈ പണ്ടത്തെ നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ഒരു ഹിസ്റ്ററി ഒക്കെ പറയുന്ന കുറേ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു മറ്റേ ഫസ്റ്റ് മിനിറ്റ് നമ്മളിപ്പോൾ ഗെയിം ഓഫ് ത്രോൺസിൽ ചിൽഡ്രൻ ഓഫ് ഫോറസ്റ്റ് കണ്ടിട്ടില്ല, ആ ഒരു ക്യാരക്ടേഴ്സൊക്കെ ആയിരുന്നു ഇനീഷ്യലി ഈ വെസ്റ്ററോസിൽ ഉണ്ടായിരുന്നത്. സോ പണ്ട്
പണ്ട് എന്ന് പറഞ്ഞാൽ ആൻഷ്യൻറ്റ് വെസ്റ്ററോസ് ഹിസ്റ്ററിയിൽ ഈ ഒരു വെസ്റ്ററോസിൽ മുഴുവനായിട്ട് ചിൽഡ്രൻ ഓഫ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു ഗ്രൂപ്പ് ഓഫ് നമ്മൾ അവരെ കാണുന്നുണ്ട്. നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസിൽ നമ്മുടെ ആ ഒരു നൈറ്റ് കിങ്ങിനൊക്കെ ഉണ്ടാക്കുന്ന ഇവരാണ്. ഈ ഒരു ചിൽഡ്രൻ ഓഫ് ഫോറസ്റ്റ് മാത്രമായിരുന്നു ഈ ഒരു വെസ്റ്ററോസിൽ മുഴുവൻ ഉണ്ടായിരുന്നത്. പക്ഷേ പോകെ വർഷങ്ങൾ കുറേ കഴിഞ്ഞപ്പോഴേക്കും ഈ നാരോ സീ കടന്ന് ഫസ്റ്റ് മെന്നും ആൻഡ്ലേഴ്സും അങ്ങനെ കുറേ ആൾക്കാർ, പിന്നെ കുറേ ജയൻസും ഓരോ പ്രാവശ്യം ഇവർ വന്ന് യുദ്ധങ്ങൾ കുറേ നടത്തി ഈ ഒരു വെസ്റ്ററോസ് കീഴടക്കാൻ നോക്കുന്ന കുറേ സെറ്റപ്പുകൾ പണ്ട് കുറേ ഇതുപോലത്തെ കുറേ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നൊക്കെ തന്നെ മാജിക് വെച്ചിട്ടായിരുന്നു ഇവരൊക്കെ തന്നെ അവരെ ഡിഫെൻഡ് ചെയ്തു. അങ്ങനെ ചിൽഡ്രൻ ഓഫ് ഫോറസ്റ്റും ഫസ്റ്റ് മെന്നും കൂടി നടക്കുന്ന വർഷങ്ങൾ നീണ്ടു, ചിലപ്പോൾ 100-200 വർഷത്തെ കണ്ടിന്യൂസ് യുദ്ധത്തിന് ശേഷം ഈ ഒരു ചിൽഡ്രൻ ഓഫ് ഫോറസ്റ്റും ഫസ്റ്റ് മെന്നും കൂടി ഒരു ട്രീറ്റ് ഉണ്ടാക്കി, ഒരു സമാധാന ചർച്ച ഉണ്ടാക്കി. ആ ഒരു പീസ് ട്രീറ്റ് ഇവർ സൈൻ ചെയ്ത് ഈ ഒരു ഐൽ ഓഫ് ഏസസിൽ വെച്ചാണ്. ഈ ഒരു നമ്മളിപ്പോൾ ഈ 3 പേര് ഇരിക്കുന്ന ആ ഒരു ഐലൻഡിലാണ്, ആ ഒരു ഗോഡ് സൈഡ് ചുറ്റുമുള്ള ഒരു ഐലൻഡിലാണ്. സോ ഈ ഒരു ഐലൻഡിൽ ഈ ഒരു പേര് വരാൻ കാരണം ഈ ഒരു ട്രീറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഗോഡ്സ് വുഡ് എന്ന് പറഞ്ഞ കുറേ ട്രീസ് ഉണ്ടല്ലോ, നമ്മുടെ മറ്റേ നെഡ് സ്റ്റാർക്കും അല്ലെങ്കിൽ നമ്മളിപ്പോൾ വിൻഡർഫെല്ലിലൊക്കെ ഇങ്ങനത്തെ ആ ഒരു ട്രീ ഉണ്ട് നമ്മൾ കാണാം. ഈ ഗോഡ്സ് വുഡ് എന്ന് പറഞ്ഞാൽ അവർ അതിൻ്റെ അടിയിൽ പോയിട്ട് പ്രാർത്ഥിക്കുക. നമ്മളിപ്പോൾ ബിയോണ്ട് ദി വാൾ ഗെയിം ഓഫ് ത്രോൺസിലൊക്കെ നമ്മൾ ഈ കുറേ ഗോഡ്സ് വുഡ് നമ്മൾ കാണാറുണ്ട്. ഈ ഗോഡ്സ് വുഡിൽ മറ്റേ വെള്ള കളറുള്ള മറ്റേ മരം, ആ സാധനം ഈ ഗോഡ്സ് വുഡിൽ ഈ ഒരു മുഖങ്ങൾ അല്ലെങ്കിൽ ഫേസസ് കാർവ് ചെയ്യുന്നപ്പോഴായിരുന്നു ആദ്യമായിട്ട് ഈ ഒരു ട്രീറ്റ് സൈൻ ചെയ്യുന്ന സമയത്തായിരുന്നു ഈ ഒരു ഫേസസ് കാർവ് ചെയ്തത്. നമ്മൾ ഈ ഒരു ഫേസ് ഉള്ള ആ ഒരു ഗോഡ്സ് വുഡ് ട്രീ നമ്മൾ ഗെയിം ഓഫ് ത്രോൺസിൽ കുറേ കണ്ടിട്ടുണ്ട്. അത് വെച്ചിട്ടായിരുന്നു മറ്റേ 3-eyed raven മറ്റേ കണക്റ്റായി പോകുന്നൊരു സെറ്റപ്പൊക്കെ. സോ ഈ ഒരു ഫേസസ് കാർവ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ദൈവങ്ങൾ അല്ലെങ്കിൽ ഇതിന് ആരെങ്കിലും സാക്ഷിയായി എന്നുള്ളത് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഈ ഒരു ഐൽ ഓഫ് ഫേസ് എന്ന് പറഞ്ഞ ഈ സ്ഥലത്തിന് പേര് വന്നത്. അവിടെയാണ് ഇപ്പോൾ ഇവരുള്ളത്. സോ ആ ഒരു സ്ഥലത്തിന് തന്നെ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള കുറേ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, കുറേ ഹിസ്റ്ററി ഉണ്ട്. സോ അവിടെ ഇപ്പോഴും ഈ പറയുന്ന ചിൽഡ്രൻ ഓഫ് ഫോറസ്റ്റിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു പ്രൊട്ടക്ടറായിട്ട് പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്ന ഗ്രീൻ മെൻ എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. നമ്മുടെ ഈ നാർണിയ പടത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, മറ്റേ കൊമ്പൊക്കെ ഒളിച്ച് ഒരു ഹാഫ് കുതിര ഹാഫ് മനുഷ്യൻ, ആ സാധനം. സോ കാലൊക്കെ ചിലപ്പോൾ കുതിരയുടെ പോലെ ആയിരിക്കും, കൊമ്പുണ്ട് മാൻ്റെ പോലെ. സോ അതിനെയാണ് ഇതിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നത് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. കാരണം ഇവരവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു ഇല്യൂഷൻ പോലെ ഒരു സാധനം വന്നു പോകുന്നുണ്ട്. സോ അവർ മറ്റേ വെസ്റ്ററോസ് ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോൾ, ആ ഒരു റിച്ച് ആയിട്ടുള്ള ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോൾ ഇത് എന്തിലേക്കാണ് ഇവരിത് കണക്ട് ചെയ്ത് പോകുന്നുള്ളത് ഇനി വരും എപ്പിസോഡിലായിരിക്കും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാവുക. ഒറ്റ നോട്ടത്തിൽ ആ ഒരു സാധനമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ആ ഒരു സ്ഥലത്തിൻ്റെ ആ ഒരു മിസ്റ്റീരിയസ് നേച്ചർ കൊണ്ടാണ് അവിടെ അത്രയും കുറേ കാര്യങ്ങൾ പണ്ട് നടന്നിട്ടുണ്ട്. ഈ പറയുന്ന ഗെയിം ഓഫ് ത്രോൺസ് ഇവൻറ്റ്സ് നടക്കുന്ന സമയത്ത് ഓൾറെഡി ചിൽഡ്രൻ ഓഫ് ഫോറസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി പ്രീക്വലാണ്. അപ്പോൾ ഇത് നടക്കുന്ന സമയത്തും മറ്റേ ചിൽഡ്രൻ ഓഫ് ഫോറസ്റ്റ് ഉണ്ട്. കാരണം നമ്മൾ മറ്റേ നടക്കുന്ന ടൈം പീരീഡ് വെച്ച് നോക്കിയാൽ നമുക്കറിയാം ആ ഒരു നോർത്തിൽ വാളിൻ്റെ അപ്പുറത്ത് ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. സോ ഈ ഗ്രീൻ മെൻ എന്ന് പറഞ്ഞ ആൾക്കാർ ഉണ്ടാവുമായിരിക്കും, അവരെ ആയിരിക്കും ഇവർ കണ്ടത് എന്നാണ് ഒറ്റ നോട്ടത്തിൽ എനിക്ക് തോന്നുന്നു. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇനി ബാക്കിയുള്ള എപ്പിസോഡുകളിൽ ഇനി എടുത്തവർ പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ. ഇതിൻ്റെ കൂടെ നമ്മുടെ ഉൾഫൈറ്റ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു ആടിനെ കാണിക്കുന്നുണ്ട്, ഒരു കറുത്ത ആട്. കഴിഞ്ഞ സീസണിൽ നമ്മുടെ ഹാരൻഹെല്ലിൽ വെച്ച് ഡെയ്മൺ ഇരിക്കുന്ന സമയത്ത് അവിടെ വേറൊരു മൊണ്ണ ക്യാരക്ടർ ഉണ്ടായിരുന്നു, ആലിസ് റിവർ, ഒരു മറ്റേ വിച്ച്. നമ്മൾ കുറേ കണ്ടിട്ടുണ്ട് ഈ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. അപ്പോൾ ആ ക്യാരക്ടർ ഇതേപോലെ തന്നെ ആടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതേ ക്യാരക്ടർ തന്നെയാണത് ഉൾഫൈറ്റ് ആദ്യം നിന്ന് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ക്യാരക്ടർ ഡയറക്റ്റ് ഇറങ്ങി വരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഞാൻ തന്നെയാണ് വിച്ച്, ഞാൻ തന്നെ ആലിസ് ലിവർ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇവിടെ നിൽക്കേണ്ടതല്ല, ഒരു ബാറ്റിൽ പോയി പങ്കെടുക്കേണ്ടതാണെന്നൊക്കെ പറഞ്ഞ്. സോ ഈ 3 ക്യാരക്ടേഴ്സ് ഇവിടെയാണ്. ആൻഡ് ഇനി ഇവരൊക്കെ തന്നെ വെയിറ്റ് ചെയ്യുന്ന ഡെയ്മൺ എവിടെയെന്ന് വെച്ചാൽ ഡെയ്മൺ ഹാരൻഹെല്ലിലല്ല, ആക്ച്വലി ഡെയ്മൺ ഹാരൻഹെല്ലിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ എയ്മണ്ട് വേഗമായിട്ട് പറഞ്ഞു വരാൻ പോകുന്നത്. നമ്മുടെ ഹാൻഡ് ഓഫ് ദി കിങ് ആയ നമ്മുടെ ക്രിസ്റ്റ്യൻ ഗോൾ വരുന്നത്, നമ്മുടെ ഹ്യൂ ഹാമറും ഈ പറയുന്ന ഡ്രാഗൺ സീഡ്സ് ഒക്കെ തന്നെ ഹാരൻഹെല്ലിൽ പുറത്ത് തമ്പടിച്ചിരിക്കുന്നതൊക്കെ തന്നെ. പക്ഷേ ആക്ച്വലി ഡെയ്മൺ അവിടെ ഇല്ല. ഡെയ്മൺ കഴിഞ്ഞ സീസണിൻ്റെ അവസാനം നമ്മൾ കണ്ടതാണ്, അവിടെ നിന്ന് ഇറങ്ങി. അവിടെ തന്നെ ആയിരുന്നു ഒരു സീസൺ മുഴുവനായിട്ട് ചങ്ങായി വട്ടം ചുറ്റി കറങ്ങിക്കൊണ്ടിരുന്നത്. അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ റിവർലാൻഡ്സിലാണ്. റിവർലാൻഡ്സിൽ നടക്കുന്ന ഒരു ചെറിയ കുറച്ച് ബാറ്റിൽസിലൊക്കെയാണ് മൂപ്പർ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഓസ്കർ ടള്ളി എന്നൊരു ക്യാരക്ടറിനെ കഴിഞ്ഞ സീസണിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഓസ്കർ ടള്ളിയുടെ ഒപ്പം മറ്റ് മാനേഴ്സിൻ്റെ ഒക്കെ കൂടി ലാനിസ്റ്റേഴ്സിനെതിരെ അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലാനിസ്റ്റേഴ്സ് അറിയാലോ, നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസിലുണ്ട് ആ ഒരു ഫാമിലി. സോ ഇവരിങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഡെയ്മണ്ട് കൂടെ കരാക്സിസ് എന്നുള്ള ഒരു ഡ്രാഗൺ ഉണ്ട്, ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കാണിച്ചു പോകുന്നുണ്ടായിരുന്നു. ഇവരിങ്ങനെ അവിടെ ചെറിയ റിവർലാൻഡ്സിൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സ്റ്റാർക്സ് വരുന്നത്. നമ്മുടെ വിൻഡർഫെല്ലിൽ നിന്ന് ഈ ചങ്ങായിമാർ വരുന്നത് വിൻഡർ വൂൾസ് എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. അതിൻ്റെ പുറകിലും കുറേ റിച്ച് ഹിസ്റ്ററി ഉണ്ട്. ഈ വിൻഡർ വൂൾസ് എങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ സീസണിൽ നമ്മുടെ ജെസേരിസ്, നമ്മുടെ റെനേരയുടെ മകനായ ജെസേരിസ് വിൻഡർഫെല്ലിലേക്ക് പോയിട്ട് അവിടെ വെച്ച് നമ്മുടെ ക്രീഗൻ സ്റ്റാർക്കിനെ കണ്ടുമുട്ടുന്നതിൻ്റെ സീൻ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ വാളിൽ വെച്ച് ഇവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്നു. റെനേറിക്ക് പ്ലഡ് ചെയ്തു, അല്ലെങ്കിൽ റെനേറുടെ അല്ലെങ്കിൽ ബ്ലാക്ക്സൻ്റെ കൂടെ നിൽക്കാം സ്റ്റാർക്സ് എന്നൊക്കെ പറയുന്ന ആ ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഈ ജെസേരിസിന് വാക്ക് കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വിൻഡർ വൂൾസ്, ഈ ഒരു സ്റ്റാർക്സ് വിൻഡർഫെല്ലിൽ നിന്ന് വരുന്നത്. ഇവർക്ക് ഈ വിൻഡർ വൂൾസ് എന്ന് പേര് വരാൻ കാരണം ഈ ചങ്ങായിമാർ വയസ്സായ ആൾക്കാരാണ്. പക്ഷേ ഭയങ്കര അധികം ബാറ്റിൽ കുറേയധികം യുദ്ധങ്ങളിലൊക്കെ പങ്കെടുത്ത് ഭയങ്കര അധികം ബാറ്റിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. ഈ വിൻഡർ വൂൾസ് എന്ന് പറയാൻ കാരണം ഈ വിൻഡർഫെല്ലിൽ എപ്പോഴും വിൻഡർ വരും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ളത് മറ്റേ വിൻഡർ ഈസ് കമ്മിങ് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് വിൻഡർ വരുന്ന പരിപാടിയാണ്. ഈ വിൻഡർ വരുന്ന സമയത്ത്
ആ നാട്ടിൽ വിൻ്റർഫെല്ലിലും ചുറ്റുപാട്ടിലുള്ള ഈ ആൾക്കാരൊക്കെ തന്നെ, ഈ പ്രത്യേകിച്ച് വയസ്സായവർ, അവരുടെ വീട്ടിൽ പ്രായം കുറഞ്ഞവരുണ്ടാവില്ല, അവർക്ക് ഫുഡ് വെക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് ഫുഡ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചങ്ങായിമാർ വിൻ്റർ വരുമ്പോൾ വീട്ടു വിട്ടിറങ്ങും. അതൊരു പ്രത്യേകതര സ്വഭാവമാണെന്ന് പറയാം അവർക്ക്. അതായത് വീട്ടുകാർ കഴിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവർ കഴിക്കാതെ ഇവർ പുറത്തേക്ക് ഇറങ്ങി ആ ഒരു വിൻ്റർ ഫുള്ളായിട്ട് പുറത്ത് സർവൈവ് ചെയ്യും. അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ വിൻ്റർ വോൾസ് എന്ന് പറയുന്നത്. ആ ഒരു ആർമിയാണ്, ഒരു 2000 പേര് ഇറങ്ങുന്ന ഒരു വലിയ വാരിയർ ഗ്രൂപ്പാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്, ഇറനേറയ്ക്ക് സപ്പോർട്ടായിട്ട് വന്നിട്ടുള്ളത്. ആൻഡ് ഇങ്ങനെ വന്നിട്ടുള്ള ഈ ഒരു വിൻ്റർ വോൾസിൻ്റെ ഹെഡാണ് റോഡ്രിക് ഡസ്റ്റിൻ. നമ്മൾ അവർ മെയിനായിട്ട് കാണിക്കുന്ന ഒരു വയസ്സാൻ അപ്പൂപ്പൻ ക്യാരക്ടർ, നല്ല കിടിലൻ ക്യാരക്ടറാണ്. ഇനി വരാനിരിക്കുന്ന എപ്പിസോഡുകളൊക്കെ ഭയങ്കരധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. നിങ്ങൾക്ക് വേറൊരു പേരുള്ളത് റോഡി ദ റൂയിൻ എന്നാണ്. സോ ഇവർ വരുന്ന വഴിക്ക് ലാനിസ്റ്റർ ആർമീനെ ഇവർ കണ്ടുമുട്ടിയിരുന്നു. അവിടെ വെച്ച് ഈ ലാനിസ്റ്റർ ആർമീനെ ലീഡ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ജെയ്സൺ ലാനിസ്റ്റർ. ഇവർ ട്വിൻസ് ആയിരുന്നു, ഒറ്റ ക്യാരക്ടർ തന്നെയായിരുന്നു. ഇവർ 2 ആൾക്കാരെ കാണിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ കഴിഞ്ഞ 2 സീസണിൽ ഇവർ കാണിച്ചിട്ടുണ്ട്. സോ ജെയ്സൺ ലാനിസ്റ്ററിൻ്റെ തലയാണ് ഈ ചങ്ങായി എടുത്ത് എറിയുന്നത്. ഇതേപോലെ തന്നെ മൂപ്പറുടെ ബ്രദറായ ടൈലൻ ലാനിസ്റ്റർ, ആൾ കഴിഞ്ഞ സീസണിൽ തന്നെ നമ്മുടെ കടൽ കടന്നിട്ട്, നമ്മുടെ ഓട്ടോ ഹൈറ്റവറിൻ്റെ വാക്കും കേട്ട് മൂപ്പർ കടൽ കടന്നിട്ട് നാരോസി കടന്ന് നമ്മുടെ പെൻഡോസിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് മറ്റേ ട്രയാർക്കിനെ കണ്ടുപിട്ടിയ ആളാണ് ട്രയാർക്കിനെയും കൊണ്ട് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ തന്നെ കണ്ടതാണ് മറ്റേ ലോഹാറിൻ്റെ കൂടെ വരുന്നൊരു ക്യാരക്ടർ. സോ മൂപ്പർ ഇവിടെ ഉണ്ട്, മൂപ്പറുടെ അനിയൻ ഇപ്പം മരിച്ചു. 2 ക്യാരക്ടർ ഈ ഒരു എപ്പിസോഡിൽ തന്നെ ഡെഡ് ആവും. ആൻഡ് ഇത്രയാണ് ഏകദേശം നമുക്ക് പരിചയമുള്ള ക്യാരക്ടേഴ്സ്. ഇതിൽ എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ള ഈ വിൻ്റർ വോൾസ് ആണ്. ഇതേപോലെ തന്നെ ഇപ്പോൾ ഈ വിൻ്റർ വോൾസ് ഈ പറയുന്ന ബ്ലാക്സിനെ സപ്പോർട്ടായിട്ട് വന്ന പോലെ തന്നെ ഗ്രീൻസിന് സപ്പോർട്ടായിട്ട് ഓൾഡ് ടൗണിൽ നിന്ന് ഹൈറ്റവർ ഫാമിലി വരുന്നുണ്ട്. ഈ ഹൈറ്റവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആലിസൺ ഹൈറ്റവറിൻ്റെ ഫാമിലിയാണ്, നമ്മുടെ ഓട്ടോ ഹൈറ്റവറിനൊക്കെ തന്നെ. ഈ ഓൾഡ് ടൗണിൽ നമ്മുടെ അലിസൺ ഹൈറ്റവറിൻ്റെ അച്ഛനായ നമ്മുടെ ഓട്ടോ ഹൈറ്റവർ, പഴയ ഹാൻഡ് ഓഫ് ദി കിങ്, ആ ചങ്ങായിയുടെ ചേട്ടൻ്റെ ഒരു മകനുണ്ട് ഓർമൺ ഹൈറ്റവർ. ഈ ചങ്ങായിനെയാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ പിന്നെ കാണിക്കുന്നത്. സോ ഈ ഓർമൺ ഹൈറ്റവർ ഈ ഓൾഡ് ടൗണിൽ നിന്ന് ഒരു ആർമിയായിട്ട് ഇങ്ങനെ വരികയാണ്. ഒരു 10-15,000 പേരടങ്ങുന്ന ഒരു വലിയ ഗ്രൂപ്പ്. ആളുടെ കയ്യിൽ മറ്റേ വിജിലൻസ് എന്ന് പറയുന്ന ഒരു വലേറിയൻ സ്റ്റീലൊക്കെ ഉണ്ട്. ഈ ഓൾഡ് ടൗൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമായിരിക്കും, നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസിൽ നമ്മുടെ സാമൊക്കെ പോകുന്ന സ്ഥലമാണ്. അവിടെ പോയിട്ടാണ് ഈ ചങ്ങായി പഠിച്ച് നമ്മുടെ മേസ്റ്ററൊക്കെ ആയിട്ട് തിരിച്ചു വരുന്നുണ്ടായിരുന്നത്. സോ ഈ ഓർമൺ ഹൈറ്റവറിൻ്റെ കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എന്നാൽ ഇവർ പുല്ലിൻ്റെ വില TV ഷോയിൽ കൊടുക്കാത്തൊരു ക്യാരക്ടറുണ്ട്, ഡെയ്റോൺ ടാർഗറിയൻ. അതായത് നമ്മുടെ അലിസെൻറ്റിനും വിസേരിസിനും മൊത്തം 3 മക്കളാണ് നമ്മളിപ്പോൾ ആകെ കാണുന്നത്. ഇവിടെ ഹെലേന എന്ന് പറഞ്ഞ മകളുണ്ട്, ദെൻ എയ്മൺ ഉണ്ട്, ഏഗോൺ ഉണ്ട്. ഇവർ മാത്രമല്ല ഡെയ്റോൺ എന്ന് പറഞ്ഞൊരു മകനുണ്ടായിരുന്നു. കഴിഞ്ഞ സീസണിലൊക്കെ തന്നെ ചെറുതായിട്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ടായിരുന്ന ഒരു ക്യാരക്ടർ മാത്രമാണത്. സോ ഈ ഡെയ്റോൺ ടാർഗറിയൻ, അതായത് എലിസെൻറ്റിൻ്റെ മകൻ, അത് ആക്ച്വലി ലൈൻ ഓഫ് സക്സഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എയ്ഗോണും എയ്മണ്ടും കഴിഞ്ഞാൽ തൊട്ടടുത്ത രാജാവാവേണ്ട ക്യാരക്ടർ ഡെയ്റോൺ ടാർഗറിയൻ ഈ ഓർമണ്ടിൻ്റെ കൂടെയാണ്. പണ്ട് മുതലേ ഇപ്പോൾ ജനിച്ച സമയം മുതലേ ഈ ഓൾഡ് ടൗണിലേക്ക് അയച്ചത്, അതായത് ഹൈറ്റവർ അമ്മയുടെ വീട്ടിലേക്ക് അയച്ച് അവിടെ വെച്ച് ഈ ഓർമണ്ടിൻ്റെ സ്ക്വയർ ആയിട്ട് വർക്ക് ചെയ്യുന്നൊരു ക്യാരക്ടറാണ്. ഡെയ്റോൺ വെറുതെ ഒന്നല്ല വരുന്നത്, ചങ്ങായി ചെറുപ്പമാണെങ്കിലും അതിൻ്റെ കൂടെ ടാർഗറിയനാണല്ലോ ഒരു കിഡിലൻ ഡ്രാഗൺ ഉണ്ട്, ടെസേറിയൻ. ട്രെയിനിങ് പ്രോപ്പർലി കിട്ടിയൊരു ക്യാരക്ടറാണ്, അല്ലെങ്കിൽ ഡ്രാഗണാണ് ഈ പറയുന്ന ടെസേറിയൻ. ഈ ഡെയ്റോൺ വെറും ഡെയ്റോൺ എന്നാണ് പേരെങ്കിലും കുറച്ച് കഴിഞ്ഞ് ഇവിടെ ഉള്ളൊരു കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാറ്റിൽസിലൊക്കെ ഒരു ക്രൂഷ്യലായിട്ടുള്ള കുറച്ച് റോൾസൊക്കെ ചെയ്ത് ഡെയ്റോൺ ദി ഡെയറിംഗ് എന്നോ അങ്ങനെ എന്തോ ഈ ചങ്ങായിയുടെ പേരൊക്കെ മാറും. പക്ഷേ ഈ സീരീസിൽ ഈ ചങ്ങായിനെ ഏതൊരു പുറകിലൊക്കെ ഒരു മുക്കിലാണ് കൊണ്ട് നിർത്തിയിട്ടുള്ളത്. ഐ തിങ്ക് അതാണ് ആ ക്യാരക്ടർ. നമ്മൾ ആദ്യം കയറി വരുന്നത് നമ്മുടെ ഓർമൺ ഹൈറ്റവറാണ്. ഈ ഓർമൺ ഹൈറ്റവറിൻ്റെ കൂടെ സപ്പോർട്ടിനായിട്ട് നിൽക്കുന്നൊരു ക്യാരക്ടറായിട്ടാണ് ഡെയ്റോണെ കാണിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ ഇനി വരും സീസണിൽ വരും എപ്പിസോഡുകളിലൊക്കെ ഒരു പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് ഇനി വരാനിരിക്കുന്ന വലിയ ഞാൻ ഈ പറഞ്ഞ ചില ഇവൻറ്റ്സിൽ ഭയങ്കരധികം ക്രൂഷ്യലായിട്ടുള്ള റോള് കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ഒരു പക്ഷേ ആ ഒരു ക്യാരക്ടറിനെ എടുത്ത് കാണിച്ചേക്കാം, ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു നെഗ്ലക്റ്റ് ചെയ്ത് കളഞ്ഞേക്കാം. പക്ഷേ അതാണ് ആ ക്യാരക്ടർ, ഡെയ്റോൺ ടാർഗറിയൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ഒന്നാണ് ഈ പറയുന്ന ഓർമൺ ഹൈറ്ററും. ഇവരുടെ കൂടെ തന്നെ ഇപ്പോൾ ഓർമണിൻ്റെ തൊട്ടിപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന വേറൊരു ക്യാരക്ടർ ജോൺ റോക്സ്റ്റൺ. ഇത് റോക്സ്റ്റൺ എന്ന് പറഞ്ഞ ഫാമിലിയുടെ ഒരു ഹെഡാണ് ഈ ഒരു ക്യാരക്ടർ. ഈ ചങ്ങായി മറ്റേ ആൻഡോറിലൊക്കെ ഉണ്ട്, മറ്റേ സ്റ്റാർ വാർസ് ആൻഡ് ആൻഡോർ സീരീസിലൊക്കെ ഈ ചങ്ങായിനെ കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു റോക്സ്റ്റൺ ഫാമിലിയുടെ ഹെഡായി ഈ ചങ്ങായിയുടെ കയ്യിൽ ഒരു വലേറിയൻ സ്റ്റീലുണ്ട്, ഓർഫൺ മേക്കർ. ഇതൊക്കെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് വലേറിയൻ സ്റ്റീൽസ് ഒക്കെ ആയിരുന്നു. ഈ ആക്ച്വലി വലേറിയൻ സ്റ്റീലൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് ഈ ബുക്കുകളൊക്കെ പറയാൻ കാരണം ഇതിൻ്റെ ഉപയോഗം നമ്മൾ ഗെയിം ഓഫ് ത്രോൺസിൽ പറഞ്ഞു വരുന്നുണ്ടായിരുന്നു. വലേറിയൻ സ്റ്റീലൊക്കെ ആവശ്യമുണ്ട്, ഈ ഒരു ഗ്ലാസ് ഡാഗേഴ്സൊക്കെ ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞു നമ്മുടെ നൈറ്റ് കിങ്ങിനെ കൊല്ലാനൊക്കെ അതിൻ്റെ ഒരു ബിൽഡപ്പാണത്. പക്ഷേ അത് അങ്ങനെ പോയി, അത് പോട്ടെ. അപ്പോൾ മെയിൻലി ഇത്രയും ക്യാരക്ടേഴ്സാണ് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതും. ഇവരൊക്കെ ഈ സ്ഥലത്തൊക്കെയാണ് ഉള്ളത്. അപ്പോൾ പക്ഷേ ഈ വരുന്ന വഴിക്ക് നമ്മുടെ ഡയറക്റ്റായിട്ട് കിങ്സ് ലാൻഡിങ്ങിലേക്ക് മാർച്ച് ചെയ്ത് വരികയായിരുന്നു നമ്മുടെ ഓൾഡ് ടൗണിൽ നിന്ന് ഈ പറയുന്ന ഓർമണ്ടിൻ്റെ ആ ഒരു ഹൈറ്റവർ ആർമി. പക്ഷേ വരുന്ന സമയത്ത് അലിസൻറ്റ് ഇതേപോലെ പറഞ്ഞിട്ട് എയ്മണ്ടിൻ്റെ വാക്കാണെന്നും പറഞ്ഞ് അലിസൻറ്റ് ഇവരിപ്പോൾ കിങ്സ് ലാൻഡിങ്ങിലേക്ക് വന്ന് കയറി അലിസൻറ്റിൻ്റെ പ്ലാൻ നടക്കില്ല. റെനേറയ്ക്ക് ഇവിടെ വന്ന് ഈ കിങ്സ് ലാൻഡിങ് കീഴടക്കാൻ പറ്റില്ല. അതുകൊണ്ട് എയ്മണ്ട് പറഞ്ഞാണെന്നും പറഞ്ഞ് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് അവിടെ തന്നെ നീയൊക്കെ ഇരിക്കുകയെന്ന് പറഞ്ഞ് ഈ ഹൈറ്റവർ ഗ്രൂപ്പിന് അവിടെ നിർത്തിയിരിക്കുകയാണ് തൽക്കാലത്തേക്ക്. ഇനി ഇത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ബാറ്റിൽ ഓഫ് ഗള്ളറ്റ് തുടങ്ങുന്നത്. ആക്ച്വലി ഷോയിൽ കാണിച്ചതിൻ്റെ
കുറേയൊക്കെ വ്യത്യാസങ്ങളുണ്ട് ബുക്കിൽ. ഈ ബാറ്റിൽ ഓഫ് ഗള്ളറ്റ് ഞാൻ ഈ പറഞ്ഞ ഒരു ബ്ലോക്കേഡൊക്കെ സംഭവമൊക്കെ ശരിയാണ്. പക്ഷേ ഈ ഒരു വാർ തുടങ്ങാൻ വേറെ കുറേ കാരണങ്ങളുണ്ടായിരുന്നു. ആക്ച്വലി ഈ ബ്ലോക്കേഡ് തടയാൻ വേണ്ടിയിട്ട് ഗ്രീൻസിൻ്റെ സപ്പോർട്ടായിട്ട് ട്രയാർക്കി വരും. അതിൽ മറ്റേ ഷറാക്ക ലോഹർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ നമ്മൾ വരുന്നുണ്ട്. ഈ ട്രയാർക്കിയുടെ ഹെഡാണ്. ഈ ട്രയാർക്കി എന്താണെന്ന് പറഞ്ഞാൽ പഴയ നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ടതാണ്. മറ്റേ ലിസ്സും മിറും മറ്റേ ടൈറോഷും ഒക്കെ കൂടി അങ്ങനത്തെ ഫ്രീ സിറ്റീസ് ഉണ്ടല്ലോ നമ്മുടെ മറ്റേ ഗെയിം ഓഫ് ത്രോൺസിൽ നമ്മൾ കാണില്ല. നാരോസീക്ക് അപ്പുറത്ത് നമ്മുടെ ഡൈനേരിസിക്ക് ഉണ്ടായിരുന്ന മറ്റേ പെൻഡോസിലൊക്കെ ഉള്ള ഒരു സ്ഥലം. സോ അങ്ങനെയുള്ള ഒരു ഫ്രീ സിറ്റീസിൽ 3 ഡോട്ടേഴ്സ് എന്ന് പറഞ്ഞ് 3 അലൈ രാജ്യങ്ങളും കൂടി കൂടിയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടായതാണ് ഈ ട്രയാർക്കി. ഈ ഒരു ട്രയാർക്കിക്കെതിരെ നമ്മൾ ഡെയ്മൺ യുദ്ധം ചെയ്യുന്നൊക്കെ നമ്മൾ കണ്ടതാണ്. സ്റ്റെപ്പ് സ്റ്റോൺസിൽ വെച്ച് യുദ്ധമൊക്കെ നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് സീസണിലൊക്കെ കണ്ടതാണ്. നമ്മുടെ ക്രാഫ്റ്റ് ഫീഡർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. കറാക്സിസ് ഒന്നിനെ എല്ലാത്തിനും കൊന്ന് ചങ്ങായിനെ കൊല്ലുന്ന ഒരു മുഖം ഇങ്ങനെ പകുതിക്ക് വെച്ചൊരു ക്യാരക്ടറൊക്കെ ഉണ്ടായിരുന്നു മറ്റേ ക്രാഫ്റ്റ് ഫീഡർ. സോ ഇതായിരുന്നു ട്രയാർക്കി. ഇപ്പോൾ ട്രയാർക്കിയെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ലോഹാർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. ആക്ച്വലി ബുക്കിൽ ഇതൊരു മെയിൽ ക്യാരക്ടറാണ്. ഒരു ജെൻഡർ സ്വാപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൽ ഫീമെയിൽ ആയിട്ടാണ് കാണിച്ചത്. അത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഈ ഒരു ക്യാരക്ടർ ഈ കോർലിസ് വലേരിയൻ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫ്ലീറ്റിനെ തകർക്കാൻ, ആ ഒരു ഗള്ളറ്റിൽ ബ്ലോക്കേഡ് തകർക്കാൻ ഡയറക്റ്റായിട്ട് ഒരു മിന്നൽ ആക്രമണമായിട്ട് ഒരു 10-90 ഷിപ്സുമായിട്ട് വരികയാണ്. ഇവരിങ്ങനെ വരുന്ന സമയത്ത് ഷോയിലില്ലാത്ത സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതേ സമയത്താണ് ഈ ഒരു യുദ്ധമൊക്കെ ഇവിടെ നടക്കാനുള്ളൂ. അപ്പോൾ ഡ്രാഗൺ സ്റ്റോണിൽ ഈ കുറേ പിള്ളേരുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ജെസേരിസന് നമ്മുടെ ലുസേരിസന് നഷ്ടമായി. ലൂക്കിനെ നമ്മുടെ എയ്മണ്ട് കൊന്നു. സോ ഇനി ബാക്കിയുള്ള പിള്ളേരും കൂടി മരിക്കേണ്ടെന്ന് വെച്ചിട്ട് ഈ റിനേറയുടെ മൂത്ത മോനായ ജെസേരിസ്, അതായത് ഇനി അടുത്ത രാജാവാവേണ്ട ജെസേരിസ്, എൻ്റെ താഴെ 2 മക്കളുണ്ട്, എയ്ഗോണും വിസേരിസും. എയ്ഗോൺ എന്ന് പറഞ്ഞാൽ മറ്റേ എയ്ഗോൺ അല്ല കേട്ടോ, എയ്ഗോൺ 2. എയ്ഗോൺ 2ഓ 3ഓ ഒന്നാണ്, ഐ തിങ്ക് 3. ദെൻ വിസേരിസ് 2. വിസേരിസ് എന്ന് പറഞ്ഞ ഇവരുടെ ആ മുത്തശ്ശൻ്റെ പേരായിരുന്നു, അതായത് റിനേറയുടെ അച്ഛൻ്റെ പേരായിരുന്നു വിസേരിസ്. ഈ 2 കുഞ്ഞു കുട്ടികളുണ്ട്. അത് ഡെയ്മണിലുണ്ടായ റിനേറയുടെ 2 കുട്ടികളാണ് ഈ എയ്ഗോണും വിസേരിസും. റിനേറയ്ക്ക് വേറെ കുറേ കുട്ടികളുണ്ട് നമുക്കറിയാം. മറ്റേ മൂത്ത സാധനങ്ങളൊക്കെ വേറെ അച്ഛന്മാരാണ്, ഇത് വേറെ അച്ഛൻ. സോ ഈ കുഞ്ഞ് 2 പിള്ളേർ ഈ ഒരു യുദ്ധത്തിൽ പെട്ട് മരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ജെസേരിസ് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇവരെ പെൻഡോസിലേക്ക് അയക്കും. അതായത് ഈ കടലിൻ്റെ അപ്പുറത്തുള്ള പെൻഡോസ്. ഈ ഷിപ്പ് പോകുന്ന വഴിയുടെ നേരെ ഓപ്പോസിറ്റാണ് ഈ ട്രയാർക്കി വരുന്നത്. നമ്മൾ ട്രയാർക്കി വരുന്നത് നമ്മൾ ഈ ഒരു സീരീസിൽ കണ്ടതാണ്, ഈ ഒരു എപ്പിസോഡിൽ കണ്ടു. ഇതിന് നേരെ ഓപ്പോസിറ്റ് ഇവർ വരുമ്പോൾ ഇവർ നേരെ ഇവരുടെ അണ്ണാക്കിലാണ് പോയി പെടുന്നത്. അതായത് റിനേറയുടെ ഈ 2 മക്കൾ നേരെ ഇവരുടെ വായി പോയി പെടുന്നു പറയില്ല, ആ സെറ്റപ്പ് തന്നെ ട്രയാർക്കി പിടിക്കും. അതായത് നമ്മുടെ ലോഹാർ പിടിക്കും. പിടിക്കുന്ന സമയത്ത് ഈ വിസേരസ് എന്ന് പറഞ്ഞ ചെറിയ കുട്ടി അവിടെ ട്രാപ്പായി പോകും. അതിൻ്റെ കയ്യിൽ ഒന്നും ചെയ്യാനില്ല ചങ്ങായിക്ക്. ചെറിയ കുട്ടിയാണ്, അതിൻ്റെ കയ്യിൽ ഡ്രാഗൺ എഗ്ഗ് മാത്രമേ ഉള്ളൂ, ഒരു ഡ്രാഗണായിട്ടൊന്നുമില്ല. പക്ഷേ കൂടെ ഉണ്ടായിരുന്ന ഈ ഒരു വിസേരിസിൻ്റെ ബ്രദറായ മറ്റേ എയ്ഗോൺ, സെക്കൻഡ് എയ്ഗോൺ, 2ാമത്തെ എയ്ഗോൺ എന്ന് പറഞ്ഞ ചെക്കൻ, അവൻ്റെ കയ്യിൽ സ്റ്റോം ക്ലൗഡ് എന്ന് പറഞ്ഞൊരു ഡ്രാഗൺ ഉണ്ടായിരുന്നു. ഇവൻ അത് വെച്ച് സ്ഥലം വിടും. പക്ഷേ സ്ഥലം വിടും എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല. നമ്മൾ ഈ എപ്പിസോഡിൽ കണ്ട പോലെ നമ്മുടെ മറ്റേ ജെയ്സിനെ കൊന്ന പോലെ ഈ ഒരു ഡ്രാഗണെ കുറേ ക്രോസ് ബോക്ക് വിട്ട് കൊഞ്ചിറൊക്കെ ഇവർ വരുത്തും. പക്ഷേ എങ്ങനെയൊക്കെയോ കുറേ കഷ്ടപ്പെട്ട് ഈ ഒരു ഡ്രാഗൺ ഒരു തരത്തിൽ ഈ ചെക്കനെ തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കും, തിരിച്ച് ഡ്രാഗൺ സ്റ്റോണിലേക്ക് എത്തിക്കും. എയ്ഗോൺ ഇവിടെ എത്തിയതും ആ ഒരു ഡ്രാഗൺ അവിടെ വെച്ച് മരിക്കുകയാണ്. പക്ഷേ ഒരു തരത്തിൽ എയ്ഗോൺ തിരിച്ച് നാട്ടിലെത്തും. എയ്ഗോൺ വന്നിട്ട് ഈ കാര്യം പറയും, ഇങ്ങനെ പോണ വഴിക്ക് ഈ ഒരു ട്രയാർക്കി വന്നു, അവർ നമ്മുടെ ഇവനെ പിടിച്ചു വെച്ചു. ഈ ഒരു സാധനമാണ് നമ്മുടെ ജെയ്സിനെ ട്രിഗർ ചെയ്യിപ്പിക്കുക. അതായത് യുദ്ധത്തിൽ പെട്ടെന്ന് ഇവനെ ഇറങ്ങാനും ഇവന് ഈ കയറിപ്പോകാനുള്ള മെയിൻ കാരണങ്ങളിലൊന്നും ഇതാണ്. ആൻഡ് ഇവനിപ്പോൾ ഈ സീരീസിൽ നമ്മൾ കണ്ട പോലെ ഭയങ്കര ലോ ടൈഡായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഡ്രാഗണെ താഴ്ത്തി പറത്താനുള്ള മെയിൻ കാരണങ്ങളൊന്നൊക്കെ ഈ ഒരു അനിയനെ അന്വേഷിച്ചിട്ടാണ്. നമ്മൾ ഇതിലങ്ങനെയല്ല, ഇതിലങ്ങനത്തെ ഒരു ഇവൻ്റേ നടന്നിട്ടില്ല. ആക്ച്വലി അനിയനെ, അതായത് ഷിപ്പിൽ എവിടെയാണ് ഈ കുട്ടീന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഡ്രാഗണെ താഴ്ത്തി പറത്തുന്നതും. ഇതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ ക്രോസ് ബൗട്ട് മറ്റേ ഡ്രാഗൺ മരിക്കും എന്നൊക്കെ നമ്മൾ കണ്ടില്ല, ആ സെറ്റപ്പ് തന്നെ. പക്ഷേ സീരീസിൽ അങ്ങനെ ഒരു കാര്യം കാണിച്ചില്ല. അതെന്താ കാരണം എന്ന് എനിക്കറിയില്ല. പക്ഷേ അത് കാണിച്ചിരുന്നെങ്കിൽ ഈ കാര്യത്തിന് കുറേ കൂടി ഒരു ഇമ്പാക്റ്റ് കിട്ടിയിരുന്നു. റിനേറയുടെ ഒരു ഇതുണ്ടല്ലോ, ഒരു റേജ് കുറേ കൂടി കൂടുന്നത് നമ്മൾ കണ്ടായിരുന്നു. കാരണം മക്കളിങ്ങനെ പട്ട എന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ ഒരു ക്യാരക്ടർ ഇങ്ങനെ ഫ്യൂവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു മോട്ടീവ്. ശരി, അതെന്താ ആവട്ടെ, നമുക്കത് കാണിച്ചില്ല. സോ ജെയ്സ് ഡയറക്റ്റായിട്ട് യുദ്ധത്തിനിറക്കം നമ്മൾ കണ്ടതാണ്. ജെയ്സിനോട് ഈ വന്ന് കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ ഈ ഗള്ളറ്റിലേക്ക് ട്രയാർക്കി വന്നിട്ടുണ്ട്, ഇങ്ങനെ യുദ്ധം തുടങ്ങിയിട്ടുണ്ടെന്നൊന്ന് പറയുന്നത് മറ്റേ ബെയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് റെയിനിയാണെന്നൊരു സംശയമുണ്ട്. അല്ല, നേരത്തെ പറഞ്ഞത് ബെയിലാണെന്ന് സംശയമുണ്ട്. കാരണം നമ്മളെ മറ്റേ ഷീപ്പ് സ്റ്റീലർ, ഈ 2 സാധനങ്ങൾ ഒരേപോലെ ഇരിക്കുന്നതുകൊണ്ട് ഒന്ന് ചേച്ചി അനിയത്തിയും. മറ്റേ ഷീപ്പ് സ്റ്റീലറായിട്ട് ഇതിൻ്റെ ഇടയിൽ വ്യാളിത്തരം കാണിച്ച് വരുന്നത് റെയിന, ഇത് ബെയില. അതായത് ഈ കാര്യം വന്ന് മറ്റേ കിങ്സ് ലാൻഡിങ്ങിൽ ഡ്രാഗൺ സ്റ്റോണിൽ വന്ന് അറിയിക്കുന്നത് ബെയില. ഈ ബെയിലും ആക്ച്വലി നമ്മുടെ ഈ പറയുന്ന ജെയ്സും ബിട്രോത്തറാണ്. ഇവർ 2 പേരും കപ്പിൾസാണ്, കല്യാണം കഴിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവർ തമ്മിലൊരു ലവ് ഇൻട്രസ്റ്റ് ഉണ്ട്. സോ ഇവർ 2 പേരും കൂടിയാണ് നമ്മുടെ അമ്മേനെ പൂട്ടിയിട്ട്, നമ്മുടെ റിനേറിനെ പൂട്ടിയിട്ടിട്ട് ഇങ്ങനെ ഇറങ്ങുന്നത്. സോ ആക്ച്വലി അവരുടെ ആ ഒരു ബോണ്ടിങ്ങും കൂടി അതിൻ്റെ ഇടയിൽ സ്പ്ലിറ്റായി പോകുന്നുണ്ട്. അതായത് നേരിട്ട് കാണുകയാണ്, സ്വന്തം അനിയത്തി കാരണം ലവർ അല്ലെങ്കിൽ ഹസ്ബൻഡ് ആവാൻ പോകേണ്ട ആൾ മരിക്കണം എന്നൊരു സിറ്റുവേഷൻ കൂടി നമ്മുടെ ബെയിൽ അവിടെ വെച്ച് കാണുന്നുണ്ട്. ഈ റെയിന കാരണം ഷീപ്പ് സ്റ്റീലറെ വെച്ച് ഇടയിൽ ഒന്നും ഫുള്ളായിട്ട് പ്രശ്നം നടക്കുന്ന നമ്മൾ കണ്ടതാണ്. അത് കഴിഞ്ഞ് ഡയറക്റ്റായിട്ട് ഈ ഒരു
ബാറ്റിലിൻ്റെ ഇടയിൽ വെച്ച് നമ്മുടെ ലൂക്ക് മരിക്കും. അതിൻ്റെ ഇടയിൽ നമ്മുടെ ലോഹാറിനെ നമ്മുടെ കോർലിസ് വലിയവറിനെ കൊന്നു എന്ന് പറഞ്ഞിട്ട് കോർലിസ് ആക്ച്വലി മരിച്ചിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല, നമുക്കിനി കാണിക്കുമ്പോഴേ കാണിക്കുള്ളൂ. കോർലിസ് മരിച്ചിട്ടുണ്ടായിരുന്നില്ല ബുക്കിൽ, ഇതിലും മരിക്കാൻ ചാൻസ് ഇല്ല, വെള്ളത്തിൽ വീണെന്നായിട്ട് കാണിക്കുന്നുള്ളൂ. സോ കോർലിസിനെ കൊന്നു എന്ന് വിചാരിച്ചു. ലോഹറിനെ നമ്മുടെ അലിൻ കൊല്ലുന്നതായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ബുക്കിൽ ലോഹറും മരിച്ചിട്ടില്ല. ലോഹറും തിരിച്ച് ഈ യുദ്ധം കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ പോവും. മറ്റേ ചക്കനില്ല വിസേരിസ്, ഞാൻ പറഞ്ഞില്ലേ പിടിച്ചു വെച്ചു, ഈ റെനേറയുടെ മോൻ, അവനെ കൊണ്ട് വേറൊരു സ്ഥലത്ത് പോയിട്ട് അവനെ കൊണ്ട് വിറ്റ് അവൻ തിരിച്ച് പിന്നെ നാട്ടിലേക്ക് വരും. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. സോ പക്ഷേ അങ്ങനെയല്ല, ഈ ഒരു ക്യാരക്ടറിനെ കൊല്ലുന്നതായിട്ടാണ് ഇതിൽ കാണിച്ചത്. സോ ജെയ്സ് മരിച്ചു, ഇവിടെ മരിച്ചു. സോ മൊത്തത്തിൽ ഈ ഒരു ബ്ലാക്സിനും ഗ്രീൻസിനും ഒരേപോലെ പ്രശ്നങ്ങളാണ്. ഒരേപോലെ രണ്ടുപേർക്കും ഈക്വലി കുറേ ലോസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ലോസ് എപ്പോഴത്തെയും പോലെ തന്നെ ഉണ്ടായിട്ടുള്ളത് ബ്ലാക്സിനാണെന്ന് പറയാം. റെനേറയ്ക്കാണ്. റെനേറയ്ക്ക് മൂത്ത മോൻ ജെയ്സും നഷ്ടമായി. ഇളയ മോൻ ലൂക്ക് കുറച്ച് നേരത്തെ പോയി, ഇപ്പോൾ ജെയ്സും പോയി. ഇതിൻ്റെ ഇടയിൽ ഞാൻ പറയണത് ഒരൊരുത്തം കേൾക്കണില്ല, എന്നൊരുത്തനും വകവയ്ക്കണില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു റേജും വേറെ ഉണ്ട് റെനേറയ്ക്ക്. ഓൾറെഡി നമ്മൾ കണ്ടതാണ്. ഇവനെ പൂട്ടിയിട്ട് പോകുമ്പോൾ ഈ റെനേറിയ മറ്റേ ഡ്രസ്സൊക്കെ എടുത്ത് കീറി നമ്മൾ കണ്ടതാണ്. സോ ഇനി ക്യൂനൊന്നുമല്ല, ഇനി കിങ്, ഇനി മാഡ് കിങ് എന്നുള്ള ആ ഒരു സെറ്റപ്പിലേക്കാണ്. റെനേറയുടെ ഒരു ട്രാൻസ്ഫോർമേഷനും കൂടി അതിൻ്റെ ഇടയിൽ കാണിക്കുന്നുണ്ട്. സോ ഇത്രയായിരുന്നു ഈ ഒരു എപ്പിസോഡിൽ മുഴുവനായിട്ട് നമുക്ക് കാണിച്ചത്. അവർ ബാറ്റിൽ ഓഫ് ഗള്ളറ്റിൽ വെച്ചിട്ട് വലിയ ലോസ് രണ്ട് ടീംസിനും ഉണ്ടായി. കൂടുതലായിട്ടും ബ്ലാക്സിന് ഈ പറഞ്ഞ ജെയ്സ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ കംപ്ലീറ്റ്ലി ഡെഡായി. സോ ഇങ്ങനെയാണ് ഫസ്റ്റ് എപ്പിസോഡ് കൊണ്ട് നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ ഒറ്റ ബാറ്റിലാണ് ഈ കാണിച്ചത്. ഇതേപോലെ തന്നെ ഇനി മൾട്ടിപ്പിൾ ബാറ്റിൽസ്, ഇനി ബാറ്റിൽ തന്നെ ഉള്ളൂ, ഇനി യുദ്ധങ്ങൾ തന്നെ ഉള്ളൂ നമുക്ക് കാണാൻ. സോ മൾട്ടിപ്പിൾ ബാറ്റിൽസും ഈ പറഞ്ഞ സ്ട്രാറ്റജിക് പോയിന്റ്സ് ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ ക്യാരക്ടേഴ്സൊക്കെ എവിടെയാണെന്നുള്ളത്. ഇപ്പോൾ ബാറ്റിൽ ഓഫ് ഗള്ളറ്റ് കഴിഞ്ഞു, ഇനി ഈ പരിപാടിയില്ല. ഇനി ഇതിനകത്ത് വെസ്റ്ററോസിനകത്തുള്ള കുറേ യുദ്ധങ്ങളാണ്. അതിലൊക്കെ തന്നെ ഈ ഡ്രാഗൺസ് പങ്കെടുക്കുകയും ചെയ്യും. അതൊക്കെ ആയിരിക്കും ഇനി വരാനിരിക്കുന്ന എപ്പിസോഡുകളൊക്കെ നമുക്ക് കാണിച്ചു തരും. സോ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ മിസ്സായിട്ടുണ്ടെങ്കിലും, ഞാൻ ഈ പേരുകൾ പറഞ്ഞതിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഒരേപോലത്തെ കുറേ പേരുകളാണ്, അത് പറഞ്ഞു വരുമ്പോൾ തെറ്റിപ്പോകുന്ന കുറേ പരിപാടികളാണ്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. മാക്സിമം എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. സോ ഇതേപോലെ ഇത് നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഈ എല്ലാ എപ്പിസോഡുകളിലും നമുക്ക് ഇതേപോലെ തന്നെ എക്സ്പ്ലനേഷൻ ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.